Here we discuss the Rutherford scattering. So the Rutherford scattering is the scattering of the charged projectiles by the nuclei of the atom. So in the Rutherford model, there is a nucleus in every atom, and therefore the scattering of the charged projectiles by the nuclei is generally termed as Rutherford scattering. So we can divide the study of the Rutherford scattering into three parts. So one is the calculation of the fraction of projectiles scattered at angles greater than some value of theta. Okay, and the second one is the Rutherford scattering formula and its experimental verification. And third one is the closest approach of a projectile into the nucleus, or the distance of closest approach. Okay, so first of all we discuss the fraction of projectiles scattered at angles greater than theta. So from this figure it is clear that for every projectile with smaller values of the impact parameter b, the angle of scattering is very high. So every projectile with an impact parameter less than a given value b, so b is marked over here, is scattered at larger scattering angles. So now we have to find out the chance of a projectile having an impact parameter less than a given value of b. അപ്പോൾ നമുക്കൊരു ബീം പ്രൊജക്ടൈൽ ഉണ്ടെങ്കിൽ അതിൽ എത്ര ഫ്രാക്ഷൻ ഇമ്പാക്ട് പാരാമീറ്റർ ലെസ് ദാൻ ബിയിൽ ഇൻസിഡന്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഫ്രാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ അത്രയും ഇമ്പാക്ട് പാരാമീറ്റർ ലെസർ വാല്യൂവിൽ ഇൻസിഡന്റ് ചെയ്യുന്ന പ്രൊജക്ടൈൽസ് ആണ് ലാർജർ ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻസിഡന്റ് ചെയ്യുന്ന ലെസ് ദാൻ ബി ഇമ്പാക്ട് പാരാമീറ്ററിൽ ഇൻസിഡന്റ് ചെയ്യുന്ന പ്രൊജക്ടൈൽസിന്റെ ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ഉണ്ടാവുന്ന പ്രൊജക്ടൈൽസിന്റെ ഫ്രാക്ഷനും. ഓക്കെ, സോ suppose the foil is 1 atom thick. That means ഇങ്ങനെ ഒരു 1 atom thick foil അല്ലെങ്കിൽ ഷീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. So a single so this is a single layer of atoms packed tightly together. So now each atom is represented by a circular disk over here, and its area of each disk is pi r square. Let capital R is the radius of each disk, then this area is pi r square. Suppose the foil contains n atoms, then the total area is n into pi r square. So നമ്മൾ കണ്ടു for large angle scattering the impact parameter should be between 0 and b. Okay, അപ്പോൾ ഇതിനകത്ത് അതായത് ഇമ്പാക്ട് പാരാമീറ്റർ 0 എന്ന് വെച്ചാൽ ന്യൂക്ലിയസുമായിട്ട് ഹെഡ് ഓൺ കൊളീഷൻ അല്ലെങ്കിൽ വിത്തിൻ എ റേഡിയസ് ബിയിൽ പ്രൊജക്ടൈൽ ഇൻസിഡന്റ് ചെയ്താലാണ് ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ഉണ്ടാവുക. സോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും projectile must approach the atom within a circular disk of area pi b square. ഇപ്പൊ ബി എന്ന് പറയുന്ന റേഡിയസിനകത്ത് അത് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ഉണ്ടാവുള്ളൂ. സോ ദി പ്രൊജക്ടൈൽ മസ്റ്റ് അപ്രോച്ച് ദി ആറ്റം വിത്തിൻ എ സർക്കുലർ ഡിസ്ക് ഓഫ് pi b square. അപ്പോൾ ഈ പ്രൊജക്ടൈൽസ് യൂണിഫോംലി സ്പ്രെഡ് ആണെന്ന് വിചാരിക്കുക. ഈ ഏരിയയിൽ മുഴുവൻ യൂണിഫോംലി സ്പ്രെഡ് ആണ്. സോ സപ്പോസ് ദി പ്രൊജക്ടൈൽസ് ആർ സ്പ്രെഡ് യൂണിഫോംലി ഓവർ ദി ഏരിയ ഓഫ് ദി ഡിസ്ക്, then the fraction of the projectiles that fall within that area is n into pi b square divided by n into pi r square. Okay,
അപ്പോൾ ഫോയിൽ 1 ആറ്റം തിക്ക് ആണെങ്കിലേ ഇങ്ങനെ സംഭവിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞു പൈ ആർ സ്ക്വയർ ആണ് ഓരോ സർക്കുലർ ഡിസ്കിന്റെ ഏരിയ. n സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ n പൈ ആർ സ്ക്വയർ. അപ്പൊ ഈ ബി എന്ന് പറയുന്ന റേഡിയസ് ഒരു സ്പെസിഫിക് ഇമ്പാക്ട് പാരാമീറ്റർ ഉണ്ട്, അതിന് താഴെയാണെങ്കിൽ മാത്രമേ ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് നടക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ബി ഇസ് എ വെരി സ്മോൾ വാല്യൂ കമ്പയർഡ് ടു ആർ. Those projectiles incident within a radius b will have a large angle scattering. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ബി സ്ക്വയർ ആണ്. n ആറ്റംസ് കൊടുക്കുകയാണെങ്കിൽ n പൈ ബി സ്ക്വയർ. അപ്പൊ ഇങ്ങനെയാവുമ്പോൾ ലാർജ് ആംഗിൾ സ്കാറ്ററിംഗിന്റെയോ അല്ലെങ്കിൽ വിത്തിൻ ഇമ്പാക്ട് പാരാമീറ്റർ ബിയിൽ ഇൻസിഡന്റ് ചെയ്യുന്ന പ്രൊജക്ടൈൽസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പൈ ബി സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, വിച്ച് ഇസ് ബി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സോ പക്ഷെ ഒരു റിയൽ സ്കാറ്ററിംഗ് ഫോയിൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 1000 or 10,000 ആറ്റംസ് തിക്ക്. ഇങ്ങനെ ഒരു 1 ആറ്റം തിക്കുള്ള ഫോയിൽ ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി ഉണ്ടാക്കാൻ പറ്റില്ല. സോ ലെറ്റ് ദി T is the thickness of the foil and A is the area. So the foil is not 1 atom thick, it is having a thickness T. Even the T is small, it's there, and it contains 1000 or 10,000 atoms. കുറച്ച് മാർക്ക് ചെയ്തപ്പോൾ കുറച്ച് തിക്കായിട്ട് കാണിച്ചു, തിൻ ഷീറ്റ് തന്നെയാണ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് 10,000 or 10,000 atoms thick, and A is its area, and rho is the density of the material of the foil, and m is the molar mass of the material of the foil. അപ്പോൾ ഈ ഫോയിലിന്റെ വോള്യം എന്ന് പറയുന്നത് വോള്യം ഓഫ് ദി ഫോയിലസ് ഏരിയ ഇൻറ്റു തിക്നെസ് ആയിരിക്കും. ആൻഡ് അതിന്റെ മാസ് നമുക്കറിയാം, മാസ് ബൈ വോള്യം എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. So mass equal to volume into density. Volume is 80, rho into 80 is the mass of the foil. അപ്പോൾ ഈ പെർട്ടിക്കുലർ മാസിനകത്ത് എത്ര മോൾസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് കിട്ടിയിട്ടുണ്ട് rho 80 by m. So that is the number of moles present in the foil. Okay, അപ്പോൾ number of moles കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് the number of atoms present in the foil. ആറ്റംസിന്റെ എണ്ണം തന്നെ ആയിരിക്കും the number of nuclei. ഓരോ ആറ്റത്തിനും ഓരോ ന്യൂക്ലിയസ് ഉണ്ട്. So the number of nuclei present in the foil എന്ന് പറയുന്നത് equal to this number of moles multiplied by Avogadro's number. Okay, each mole contain Avogadro number of particles നമുക്കറിയാം. അപ്പോൾ ഇത്രയും number of moles ഉണ്ടെങ്കിൽ this multiplied by Avogadro number will give the total number of particles, atoms or nuclei present in the foil. So the total number of nuclei is equal to n Avogadro into the number of moles. അപ്പോൾ number of moles നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, rho a t by m. ഓക്കെ, അപ്പോൾ ഇനി ഇത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്. ദെൻ ദി നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഓർ ആറ്റംസ് പെർ യൂണിറ്റ് വോള്യം is equal to total number of nuclei by volume, Na rho at by m divided by volume. ഈ വോള്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, a into t ആണ്. Na rho at by m by at. Area into thickness ആണ് വോള്യം. At and at cancels, and we have Na rho by m. പക്ഷെ ഈ പ്രൊജക്ടൈൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് സർഫസിലാണ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടൈൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ദി നമ്പർ ഓഫ് ന്യൂക്ലിയൈ പെർ യൂണിറ്റ് ഏരിയയാണ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയൈ പെർ യൂണിറ്റ് വോളിയം ഇതാണെങ്കിൽ
per unit area എന്നുള്ളത് just A ആയിരിക്കും അല്ലേ. N A rho AT by M by A and A cancels. We have NA rho by M into T. പക്ഷെ ഈ നമ്പർ ഓഫ് ന്യൂക്ലിയർ പെർ യൂണിറ്റ് വോളിയത്തിന് നമ്മൾ സ്മോൾ n കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. സ്മോൾ n NA rho by M as the number of particles per unit volume, which is the number density of particles. So this is number density multiplied by T. Number of particles per unit area is n into T. അപ്പോൾ ഇതിൻ്റെ ഈ യൂണിറ്റ് ഏരിയയിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഇതിനകത്തുള്ളത്. സോ ഈച്ച് ന്യൂക്ലിയസ് കോൺട്രിബ്യൂട്ട്സ് എൻ ഏരിയ ഈക്വൽ ടു 1 over this quantity, അതായത് 1 over NT അല്ലെങ്കിൽ 1 over this quantity NA rho by M raised to -1 or M by NA rho. ഇപ്പോൾ നമുക്കറിയാം, സപ്പോസ് സർഫസിൽ നമുക്ക് 10 പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. സർഫസ് യൂണിറ്റ് ഏരിയയിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് 1/10 ആയിരിക്കും അല്ലേ. സോ ഈച്ച് ന്യൂക്ലിയസ് കോൺട്രിബ്യൂട്ട് an ഏരിയ 1 over NT to the field of view of the projectile. പ്രൊജക്ടൈലിന്റെ ഫീൽഡ് ഓഫ് വ്യൂ, പ്രൊജക്ടൈൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഈ സർഫസിലുള്ള ആറ്റംസിനെ മാത്രമേ കാണുന്നുള്ളൂ. സോ ഫോർ സ്കാറ്ററിംഗ് അറ്റ് ആംഗിൾസ് ഗ്രേറ്റർ ദാൻ തീറ്റ the projectiles must fall within area pi b square of the center of the atom. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സെന്റർ ഓഫ് ദി ആറ്റത്തിൽ pi b സ്ക്വയർ ഏരിയയിൽ ഹിറ്റ് ചെയ്താൽ മാത്രമേ ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് നടക്കുള്ളൂ. സോ ദി ഫ്രാക്ഷൻ ഓഫ് ദി സ്കാറ്റേർഡ് particles at angles greater than theta is the fraction that approaches the atom within an area pi b square. അപ്പോൾ pi b സ്ക്വയർ എന്ന് പറയുന്ന ഏരിയയിൽ ഇൻസിഡന്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് ഉണ്ടാക്കുക. സോ ദി ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് that falls within an impact parameter B will cause the particles to be scattered at angles greater than theta. So that is equal to the fraction of particles scattered at angle greater than theta. That is equal to pi, the area of the circle, pi b square divided by the area of each nucleus to the field of view of the projectile. അപ്പോൾ നമ്മൾ ഓരോ ന്യൂക്ലിയസിന്റെ ഏരിയ 1 over NT to the field of view of the projectile kandu. So pi b square by 1 over NT, that is equal to NT into pi b square. So this is the fraction of particles scattered at an angle greater than theta. So this equation is true if the incident particles are spread uniformly over the area of the foil. Now we can do a problem. A gold foil, rho is given and M is given, has a thickness of 2 into 10 to the power 4 centimeter. It's used to scatter alpha particles of kinetic energy 8 million electron volt. What fraction of the alpha particles is scattered at angles greater than 90? What fraction of the alpha particles scattered at angles between 90 and 45? അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അവഗാഡ്രോ നമ്പർ ഇൻറ്റു ഡെൻസിറ്റി ബൈ മോളാർ മാസ് ആണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് ബി സ്മോൾ സെഡ് ക്യാപിറ്റൽ സെഡ് ഇ സ്ക്വയർ ബൈ 2k 4 pi epsilon 0 cot theta by 2. ഇത് വെച്ചിട്ട് നമുക്ക് ഇമ്പാക്ട് പാരാമീറ്ററും കണ്ടുപിടിക്കാം. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്ററും എന്നും അറിയാമെങ്കിൽ fraction of particles scattered through angle greater than 90 is n into thickness into pi b square. So you can calculate this. അതുപോലെ 45 degree greater than angle scatter ചെയ്ത പാർട്ടിക്കിൾസിനെ നിങ്ങൾ n into t into pi b square വെച്ചിട്ട് കണ്ടുപിടിക്കാം. അവിടെ b ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ b 45-നുള്ള b നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. Then find the corresponding f greater than 45.
അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വിൽ ഗിവ് ദി നമ്പർ ഓഫ് ദി ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് അറ്റ് ആംഗിൾസ് ബിറ്റ്വീൻ 90 ആൻഡ് 45. സോ ഗ്രേറ്റർ ദാൻ 45 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഗ്രേറ്റർ ദാൻ 45 തരും. എഫ് ഗ്രേറ്റർ ദാൻ 90, ഫ്രാക്ഷൻ ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഗ്രേറ്റർ ദാൻ 90. സോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ F45 and F90